പ്രൈസ് ദി ലോർഡ്. സദൃശവാക്യം 20-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. ഒരവകാശം ആദിയിൽ ബന്ധപ്പെട്ട് കൈവശമാക്കാം, അതിൻ്റെ അവസാനമോ അനുഗ്രഹിക്കപ്പെടുകയില്ല. ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. എൻ്റെയും നിങ്ങളുടെയെല്ലാം ജീവിതത്തിൻ്റെ അനുഭവങ്ങളുമായി കോർത്തിണക്കപ്പെടേണ്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് ശലോമോനിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വാക്യം നമുക്ക് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി ഒന്ന് കണക്ട് ചെയ്യുവാൻ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ പിൽക്കാലങ്ങളെ ഒന്ന് ഓടിച്ചു നോക്കുവാൻ ഈ വാക്യം നമുക്ക് വളരെ പ്രയോജനം ചെയ്യുമെന്നതിൽ സംശയമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെയും മാനുഷികമായി ചിന്തിച്ച് നാം നേടിയെടുക്കുവാൻ ശ്രമിച്ച പലതും പിന്നത്തേതിൽ അത് ദുഃഖത്തിന് കാരണമായി തീർന്നത്, ഒരു തകർച്ചയ്ക്ക് കാരണമായി തീർന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. നാം ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം, അത് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും, ഇത് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. തുടക്കത്തിലെല്ലാം അനുഗ്രഹമായി തോന്നിയെങ്കിലും പിന്നത്തേതിൽ അതൊരു ദുഃഖത്തിന് കാരണമായി സംഭവിച്ചത്, ഒരു തകർച്ചയ്ക്ക് കാരണമായി സംഭവിച്ചത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അനുഭവമല്ലേ? സദൃശവാക്യത്തിൽ രചിതാവായ സോളമൻ, ജ്ഞാനിയായ ആ മനുഷ്യൻ നമ്മോട് അറിയിക്കുകയാണ്, തുടക്കത്തിൽ നമുക്ക് അനുഗ്രഹമെന്ന് തോന്നുന്നതും തുടക്കത്തിൽ നാം കൈവശമാക്കുവാൻ ശ്രമിക്കുന്നതെല്ലാം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം, അതെൻ്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടുതന്നതാണ് എന്ന്, അതെനിക്ക് ദൈവം തന്നതാണെന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചിന്തകളിൽ കടന്നു വരുവാനിടയായി തീരാറുണ്ട്. പക്ഷേ പിന്നത്തേതിൽ പലതും നാം ദൈവഹിതമെന്ന് ചിന്തിച്ച, ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് എന്നൊക്കെ ചിന്തിച്ച പലതും പിന്നത്തേതിൽ ദുഃഖത്തിന് കാരണമായി മാറിയ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലേ? ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി പഠിക്കുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ പിൽക്കാലങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, ദൈവം നടത്തിയ വഴികളുടെ പിന്നാലെയാണോ ഞാൻ സഞ്ചരിച്ചിരുന്നത്? ദൈവം ആഗ്രഹിച്ച വഴികളിലൂടെയാണോ ഞാനും നിങ്ങളും നടന്നിരുന്നത്? ദൈവം ആഗ്രഹിക്കുന്നതിന് പിന്നാലെ പോകുവാനാണോ ഞാനും നിങ്ങളും ശ്രമിച്ചിരുന്നത്? അതോ ഞാനും നിങ്ങളും നമ്മുടെ ഇഷ്ടപ്രകാരം ഓടുവാനാണോ ശ്രമിച്ചിട്ടുള്ളത്? ഇന്ന് രാത്രിയിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ സഞ്ചരിക്കുവാൻ, ദൈവം പ്രകാരമാണോ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്? ആ നിലകളിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കുന്ന, നാം ആഗ്രഹിക്കുന്ന, നാം നേടിയെടുക്കുവാൻ നാം ശ്രമിക്കുന്ന പലതിനെയും ഒന്നുകൂടെ ഒന്ന് ശോധന ചെയ്ത്, ഇത് ദൈവഹിത പ്രകാരമുള്ളതാണോ, ഇത് ദൈവം ആഗ്രഹിക്കുന്നതാണോ എന്നൊന്ന് ചിന്തിക്കുവാൻ, ഒന്ന് പരിശോധന ചെയ്യുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ. ഈ ദിനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.